ഇപ്പോൾ കോഴിക്കോട് മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം 3 മിനിറ്റ് എടുത്തോളൂ. ഞാൻ 3 മിനിറ്റ് എടുത്തോളൂ. എടുത്തിട്ട് അത് വായിച്ചിട്ട് പറയാനുള്ള കാര്യം പത്രങ്ങൾ വന്നല്ലോ, അത് പിന്നെ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞു. എന്നിട്ട് ഞാൻ വാക്കൗട്ട് നടത്തി ഇറങ്ങിപ്പോയി. കൃഷി മന്ത്രി അവിടെ രാജ്ഭവനിൽ പോയില്ല. സാധ്യത എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ആർക്കും ഈ സാധ്യത പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇടയ്ക്ക് അദ്ദേഹം പിന്നെ ഗവൺമെൻറ് അറിയിച്ചല്ലോ, ഇനി മേലാൽ ഈ കാര്യം അങ്ങനെ ഉണ്ടാവില്ലെന്ന് അറിയിച്ചല്ലോ. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വീടും ഓഫീസും അല്ലെങ്കിൽ മന്ത്രിമാരുടെ വീടും ഓഫീസും രാജ്ഭവനും പിന്നെ എന്നെല്ലാം പറഞ്ഞാൽ അവിടെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ചിഹ്നങ്ങളും ഇഷ്ടപ്പെട്ട പ്രതിമകളും കൊണ്ടുവച്ച് പൂജിക്കാൻ വേണ്ട സ്ഥലമൊന്നുമല്ലല്ലോ. ഗവർണർക്ക് എന്താ അധികാരമുള്ളത്? അവിടെ പിന്നെ ഒരു വനിതയുടെ കയ്യിൽ ഒരു കാവിക്കൊടിയും കൊടുത്ത് കൊണ്ടുവച്ച് ഗവൺമെൻറ് ഫംഗ്ഷനിലൊക്കെ പൂജിക്കാനുള്ള എന്താ അധികാരം ഗവർണർക്ക്? ഗവർണറുടെ അധികാരത്തെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അടുത്ത കാലത്ത് സുപ്രീം കോടതി ഇറങ്ങിപ്പോയത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനാണെന്ന് മന്ത്രി ശിവൻകുട്ടി പറയുന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡ് റൂൾ പ്രകാരം പേട്രൺ സ്ഥാനത്ത് ഗവർണർ നിർബന്ധമല്ല. ആശയപ്രചാരണത്തിന് ആരെയും ഗവർണർ ചുമതലപ്പെടുത്തിയിട്ടില്ല. മന്ത്രി ശിവൻകുട്ടി തുടരുകയാണ്. വേണ്ടിയുള്ളവരാണെന്നൊക്കെ കോടതികളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. സംശയം തോന്നുന്നു. അവിടെ ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ പടം വച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, കുട്ടികൾക്ക് പഠിക്കേണ്ടതാണ് മഹാത്മാഗാന്ധിയുടെ പടം വെട്ടിമാറ്റി പാഠപുസ്തകത്തിൽ. അങ്ങനെ വെട്ടിമാറ്റിയപ്പോഴും അന്നും കേരളമേ ഉണ്ടായിരുന്നുള്ളൂ മഹാത്മാഗാന്ധിയെ പിന്തുണയ്ക്കാൻ വേണ്ടി. നമ്മൾ പുതിയ പാഠപുസ്തകം അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിറക്കി. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടം വച്ചിരുന്നെങ്കിലും മനസ്സിലാക്കാമായിരുന്നു. ഒരു വനിതയുടെ ഒരു വനിതയുടെ പടം കൊടുത്തിട്ട് ഇത് RSSൻ്റെ കൊടിയും കൊടുത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ എനിക്ക് നിങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റും? അതാണ് അവിടുത്തെ പ്രശ്നം. അത് എന്നിട്ടത് അഹങ്കാരത്തോടെ വീണ്ടും ഇനി ഞാൻ ചെയ്യുമെന്നുള്ളതാണ്. അഹങ്കാരത്തോട് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ പങ്കെടുക്കില്ല. അതായത് അദ്ദേഹം ഞാൻ പോയ ശേഷം അദ്ദേഹം പ്രസംഗിച്ചത് ഭാരതാംബയെ നിങ്ങൾ പൂജിക്കണം, ബഹുമാനിക്കണം, തൊഴുകണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രസംഗിച്ചെന്നാണ് പത്രത്തിലൂടെ വായിച്ചത്. അപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ് NCERT പാഠപുസ്തകങ്ങളിലെ ചരിത്രങ്ങൾ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാരണം ചരിത്രം പഠിക്കാൻ പാടില്ല കുട്ടികൾ. മഹാത്മാഗാന്ധിയെ കുട്ടികൾ പഠിക്കാൻ പാടില്ല. ഗുജറാത്ത് കലാപം പഠിക്കാൻ പാടില്ല. മുഗൾ രാജവംശക്കാരുടെ കാര്യങ്ങൾ പഠിക്കാൻ പാടില്ല. അതേപോലെ പിന്നെ ഈ ചരിത്രമൊന്നും കുട്ടികളെ പഠിക്കാൻ വേണ്ടി പാടില്ല. ഈ ഒരു വനിതയെ കൊണ്ടുവച്ചിട്ട് ഇത് ഭാരതാംബ എന്നെല്ലാം പറഞ്ഞ് ഗവർണറാണല്ലോ പറയുന്നത്. നല്ല മിടുക്കന്മാരായ കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾ എന്താ ധരിക്കും? ഇത് ഭാരതാംബ എന്ന് വെച്ചാൽ ഭാരതത്തിൻ്റെ അമ്മ എന്നല്ലേ കുട്ടികൾ ധരിക്കുകയുള്ളൂ.